ക്ഷേത്രോത്സവ കെട്ടുകാഴ്ചകൾ മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് ആരംഭിച്ചത് മതമൈത്രിയുടെ നേർക്കാഴ്ചയായി. നമ്മളെ കാലാകാലങ്ങളായി നടത്തിവരുന്ന ചെറുകുറ്റി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവത്തിൻ്റെ ദിനമാണിത്. ഇന്നേ ദിവസം പത്തിയൂർ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നിന്നാണ് കെട്ടുകാഴ്ച തുടങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നടക്കുന്ന പാലം പണിയുടെ അവസ്ഥ കാരണം എല്ലാ കെട്ടുകാഴ്ചകളും ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. എന്നാൽ ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ കിഴക്കോട്ട് നീങ്ങിയുള്ള നമ്മുടെ മുസ്ലിം ജമാഅത്ത് പള്ളി, ആ പള്ളിയുടെ അകത്ത് തന്നെ ഇതെല്ലാം സജ്ജീകരിക്കുവാനുള്ള, കലാകാരന്മാർക്ക് ഒരുങ്ങുവാനുള്ള, കെട്ടുകാഴ്ചകൾ അണിയിച്ചൊരുക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഭാരവാഹികളടക്കം. ചെറിയ പത്തിയൂർ കാർത്തിക ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കെട്ടുകാഴ്ചയിൽ പങ്കെടുത്ത സംഘങ്ങൾ ഒരുങ്ങിയിറങ്ങിയത് പത്തിയൂരിലെ മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നായിരുന്നു. എല്ലാ വർഷവും പത്തിയൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് കെട്ടുകാഴ്ച സംഘങ്ങൾ ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇപ്രാവശ്യം ക്ഷേത്രത്തിന് മുന്നിലെ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഒരുക്കങ്ങൾക്ക് ചെറിയ പത്തിയൂർ ക്ഷേത്ര കമ്മിറ്റി ഇരു പള്ളികളെയും സമീപിക്കുകയായിരുന്നു. നമ്മുടെ ചെറിയ പത്തിയൂർ ക്ഷേത്രത്തിന്റെ കാർത്തിക മഹോത്സവം ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിൽ ഐക്യവും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് പത്തിയൂർ മുസ്ലിം ജമാഅത്തിനോട് ചേർന്നുള്ള അമ്പലത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഈ മഹോത്സവം ഈ പ്രാവശ്യം പാലം പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടപ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ പത്തിയൂർ മുസ്ലിം ജമാഅത്ത് ആ പരിപാടിയുടെ വിജയത്തിന് തടസ്സമാകുന്ന ഒന്നും ചെയ്യാതെ അവർക്ക് വേണ്ടുന്ന മുഴുവൻ സഹായങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഐക്യവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിന് ഇതൊരു മാതൃകയാണ്. പത്തിയൂർ ജമാഅത്ത് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളികളിലെ കമ്മിറ്റിക്കാരും ഒപ്പം ചേർന്നു. കെട്ടുകാഴ്ച സംഘങ്ങൾക്ക് വിശ്രമിക്കാൻ നോമ്പ് സമയത്ത് മദ്രസ കെട്ടിടം വിട്ടു നൽകി ജമാഅത്ത് മാതൃക കാട്ടി. ചീഫ് ഇമാം ഹസൻ സഖാഫി, സെക്രട്ടറി അബ്ദുൽ ലത്തീഫ്, ഷബീർ ഷാ, നബിൻ ഷാ, സാലു, സദർ മുഅല്ലി, ഹാഷിം സഖാഫി, ചെറിയ പത്തിയൂർ ദേവസ്വം പ്രസിഡന്റ് ആർ രാജേഷ്, സെക്രട്ടറി രമണൻ, ട്രഷറർ നിതിൻ, വിജയ്, മനു, ചെല്ലപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ തന്നെ പത്തിയൂർ ഓർത്തഡോക്സ് ചർച്ചും ഈ മൂന്നും ഒന്നിച്ചു നിൽക്കുന്ന പത്തിയൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത്. CD Net ന്യൂസ്, കായംകുളം.